അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം കഴക്കൂട്ടം. മുച്ചീട്ട് കളി പോലെയാണ് കഴക്കൂട്ടത്തെ മത്സരം. കമഴ്ത്തിപ്പിടിച്ച ചീട്ടുകളിലെ ചിഹ്നമറിയാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും. അത്രത്തോളം ആകാംക്ഷ നിറഞ്ഞതാണ് കഴക്കൂട്ടം കളി. ട്രിപ്പിൾ എയ്സ് നേടിയൊരു ബമ്പർ വിജയം മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ കളി നടക്കുന്നത് മേശപ്പുറത്തും നിലത്തും ന്യൂസ് പേപ്പർ വിരിച്ചും മാത്രമല്ല, ഓൺലൈനിൽ കൂടിയാണ്. കയർ കശുവണ്ടി തൊഴിലാളികൾ മുതൽ ടെക്കികൾ വരെ പങ്കെടുക്കുന്ന കളിയാണിത്. 20% ടെക്കുകളുണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. പ്രധാനമായും ടെക്നോ പാർക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട ടെക് കമ്പനികളെല്ലാം ഉൾപ്പെടുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെ 20% വരുന്ന ടെക്കുകളുടെ വോട്ട് എങ്ങോട്ട് പോയാലും സ്വാഭാവികമായും ആ മുന്നണി, ആ സ്ഥാനാർത്ഥി വിജയിക്കും. പക്ഷേ ഒരു ചെറിയ കുഴപ്പം, ഈ ടെക്കുകളിൽ നല്ലൊരു ശതമാനം പേർ വോട്ടിംഗ് ദിവസം വരില്ല എന്നതും ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്നത് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് പലർക്കും അറിയില്ല എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സ്ക്വാഡുകൾ, പ്രത്യേക വർക്കുകളാണ് മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ നടത്തുന്നത്. പരമാവധി പേരെ ഇവിടെ എത്തിക്കുക. അതിൽ ഇതര സംസ്ഥാനക്കാരുണ്ട്. ഈ തിരുവനന്തപുരത്തുകാരല്ലാതെ മറ്റു പല ദേശങ്ങളിൽ നിന്നായി ഈ തിരുവനന്തപുരത്ത് വന്ന് കഴക്കൂട്ടത്ത് വന്ന് താമസിക്കുന്നവരുണ്ട്. അത്രമേൽ ഫ്ലാറ്റുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കഴക്കൂട്ടം. ഈ അടുത്തിടയ്ക്ക് ഈ ഓൺലൈൻ വഴി വോട്ടിംഗ് ചേർക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചതോടുകൂടി നിരവധി പേരാണ് അങ്ങനെ വോട്ടേഴ്സ് പട്ടികയിലേക്ക് വന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ മുന്നണികൾക്കൊക്കെ നേരിടുന്ന വലിയ വെല്ലുവിളി. ഒരു ഭാഗത്ത് വലിയ ടെക്കുകളൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇപ്പോഴും വികസനം പൂർണ്ണമായും എത്തിച്ചേരാത്ത അടിസ്ഥാന ജനവിഭാഗവും കൂടി വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഒരുപോലെ ഈ മൂന്നുപേരും വിജയം പ്രതീക്ഷിക്കുന്നു. മൂന്നുപേരും വിജയിച്ചേ മതിയാവൂ എന്ന വാശിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണിക്ക് വേണ്ടി തുടർച്ചയായി മൂന്നാം അംഗത്തിനിറങ്ങുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. തൊട്ടടുത്ത എതിരാളി 2016 മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ BJP നേതാവ് V മുരളീധരനാണ്. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി അടക്കം വിജയിപ്പിച്ച ചരിത്രമുള്ള കഴക്കൂട്ടം കോൺഗ്രസിന് വേണ്ടി തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്നത് പഴയൊരു പടക്കുതിരയാണ് T ശരത്ചന്ദ്ര പ്രസാദ്. ഈ മൂന്നുപേരും ചേരുമ്പോൾ മത്സരത്തിലെ ഈ കഴക്കൂട്ടത്തെ മത്സരം വാശിയേറിയതാവും വീറേറിയതാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് മണ്ഡലത്തിൻ്റെ ചരിത്രം കൂടി അല്പം നോക്കേണ്ടതുണ്ട്. 1965 N ലക്ഷ്മണനായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച്. N ലക്ഷ്മണനായിരുന്നു ഇവിടെ MLA ആയത്. പിന്നീട് 67 MH സാഹിബാകുന്നു. P നീലകണ്ഠൻ 70 1977 തലേക്കുന്നിൽ ബഷീർ ഇവിടെ MLA ആവുന്നു. 77 തലേക്കുന്നിൽ ബഷീർ MLA ആയപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ രാജൻ കേസ് കത്തി നിൽക്കുകയാണ്. രാജൻ കേസ് കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ K കരുണാകരന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വരുന്നു. അന്ന് താരതമ്യേന ഇളമുറക്കാരനായ AK ആന്റണിയിലേക്ക് മുഖ്യമന്ത്രി പദം എത്തുന്നു. മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് മത്സരിക്കാൻ ഒരു മണ്ഡലം വേണം. അത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം വേണം. അന്ന് കഴക്കൂട്ടം 77 കോൺഗ്രസ് തിരഞ്ഞെടുത്ത അത്തരം ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. അപ്പോൾ ആ കഴക്കൂട്ട മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ട് എന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എന്ന് ഓർക്കണം. 2ാം തവണ മുഖ്യമന്ത്രി AK ആന്റണി ഇതുപോലെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അന്ന് തിരൂരങ്ങാടിയാണ്, ലീഗിൻ്റെ ഒരു സീറ്റാണ് എടുത്തത്. പക്ഷേ ആദ്യ തവണ അങ്ങനെ മുഖ്യമന്ത്രിയാകുമ്പോൾ ലീഗിൻ്റെ സീറ്റിലേക്കൊന്നും പോകാതെ സ്വന്തം സീറ്റിൽ മത്സരിക്കാൻ, ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. അതായിരുന്നു കഴക്കൂട്ടം എന്നതുകൂടി ആലോചിക്കണം. 77 കഥയാണ്. അതിനുശേഷം 80-ലും 82-ലും വിജയിച്ചത് MM ഹസനാണ്. MM ഹസൻ ആന്റണിയുടെ A ഗ്രൂപ്പുകാരനായ പ്രധാനപ്പെട്ട നേതാവ്, തിരുവനന്തപുരത്തു നിന്നുള്ള നേതാവ് MM ഹസനാണ് ആ 2 തവണയും അവിടെ വിജയിച്ചത്. അതിനുശേഷം പിന്നീട് 1987 ഇടത് സ്വതന്ത്രയായി മത്സരിച്ചത് നബീസ ഉമ്മളാണ്. ഈ മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നുള്ള MM ഹസൻ്റെ വിജയത്തിന് തന്നെ ഒന്നുണ്ടോ. MM ഹസൻ 2 മുന്നണിയിൽ നിന്നുകൂടിയാണ് മത്സരിച്ച് വിജയിച്ചത് എന്നതുകൂടി ആലോചിക്കണം. അന്ന് കോൺഗ്രസ് ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി വിട്ടുപിരിഞ്ഞ വേള കൂടിയായിരുന്നു. ആ 2 വിജയത്തിന് ശേഷം പിന്നീട് ഇടതുമുന്നണിക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി നബീസ ഉമ്മാളിനെ പോലെ പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ് സ്വതന്ത്രയുടെ വേഷത്തിൽ ഇടതുമുന്നണി അവതരിപ്പിച്ചത്. അങ്ങനെയാണ് 1987 നബീസ ഉമ്മാൾ ജയിക്കുന്നത്. 91-ൽ വീണ്ടും MV രാഘവൻ CPM-നോട് വെല്ലുവിളിച്ച് MV രാഘവൻ പുറത്തു വരുന്നു. കണ്ണൂരിലും മലബാറിലുമായിരുന്നു MV രാഘവൻ്റെ ഏറ്റവും വലിയ കരുത്തെങ്കിലും MV രാഘവനെ വിജയിപ്പിക്കുക എന്നത് അന്ന് UDF-ൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. എന്ത് വില കൊടുത്തും MV രാഘവനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. മറ്റെവിടെയും ഒരു പരാജയവും വിജയവും ഉണ്ടാകുന്നതിനപ്പുറമായിരുന്നു അന്ന് MV രാഘവനെ പോലൊരു നേതാവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM-ൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് അത് 1991-ലായിരുന്നു. പക്ഷേ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും 1991-ൽ MV രാഘവൻ വിജയിച്ചു. ഒരു മുഖ്യമന്ത്രി കഴക്കൂട്ടത്തുനിന്നുണ്ടായെങ്കിലും കഴക്കൂട്ടക്കാരനല്ല. MV രാഘവനും കഴക്കൂട്ടക്കാരനല്ല. അവിടെയും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മത്സരങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്. അതോടൊപ്പം തന്നെ 1996-ൽ
1996 ഈ മണ്ഡലം വീണ്ടും ചുമപ്പിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ താരതമ്യേന ചെറുപ്പക്കാരനായ നേതാവിനെ 96 ആണെന്ന് ആലോചിക്കണം. 2026 ഇത് എന്നതുകൂടി ഓർക്കണം. 96 കടകംപള്ളി സുരേന്ദ്രനെ അവതരിപ്പിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഈ കഴക്കൂട്ടം ഈ തിരുവനന്തപുരത്തുകാരനാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. 400,000 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചു പിടിക്കുന്നത് എന്നത് ആലോചിക്കണം. 2001 കടകംപള്ളിക്ക് പക്ഷേ അവിടെ നിന്ന് ആറ്റിങ്ങിലേക്ക് കടകംപള്ളിയെ മാറ്റി അതിനു പകരം ബിന്ദു ഉമ്മറിനെയാണ് സ്ഥാനാർത്ഥിയായി 2001 അവതരിപ്പിക്കുന്നത്. ഈ 2001 തെരഞ്ഞെടുപ്പും ഈ 77 തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ 91 തെരഞ്ഞെടുപ്പ് 2001 തെരഞ്ഞെടുപ്പും പ്രത്യേകതയുള്ളതാണ്. അന്ന് കടകംപള്ളി ഇവിടെ നിന്ന് മാറി ബിന്ദു ഉമ്മർ ഇവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുന്നു. UDF സീറ്റ് അന്ന് ലീഗിന് കൊടുക്കുന്നു. ലീഗിന് കൊടുക്കുമ്പോൾ MA വാഹിദ് ഇവിടെ സ്വതന്ത്രനായി സ്വതന്ത്രനാണെന്നോ കോൺഗ്രസ്സുകാരനായ MA വാഹിദ് സ്വതന്ത്രനായും വിമതനായും മത്സരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമത സ്ഥാനാർത്ഥിയായി MA വാഹിദ് മത്സരിക്കുന്നു. MA വാഹിദ് പക്ഷേ ഈ രണ്ട് മുന്നണികളെയും ഒരുപോലെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നു. MLA ആവുന്നു. അങ്ങനെയാണ് 99 അന്നത്തെ 99 എന്നുള്ള 100 എന്നുള്ള കണക്ക് വരുന്നത്. MA വാഹിദ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കണക്കിലല്ല. പക്ഷേ വിജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ശീലവും അതുതന്നെയാണ്. ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വിമതരും എല്ലാവരും വീണ്ടും പാർട്ടിയിലേക്ക് മടങ്ങി വരും. അങ്ങനെ MA വാഹിദ് കോൺഗ്രസിലെത്തി. അങ്ങനെയാണ് MA വാഹിദ് അവിടെ അന്ന് വിജയിക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ കൂടി MA വാഹിദ് തൻ്റെ വിജയം ആവർത്തിക്കുന്നുണ്ട്. 2006 വാഹിദിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി കടകംപള്ളിയെ വീണ്ടും ഇറക്കിയതെങ്കിലും അന്ന് കടകംപള്ളിക്ക് വിജയിക്കാനായാലും 275 വോട്ടിനാണ് പരാജയപ്പെട്ടത്. കടകംപള്ളിയെ ഇവിടെ നിന്ന് ആറ്റിങ്ങിലേക്ക് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പരാജയത്തിന് കാരണമെങ്കിലും പിന്നീട് കടകംപള്ളിയെ തിരിച്ചിറക്കിയെങ്കിലും ഈ ഘട്ടങ്ങൾ കൊണ്ട് MA വാഹിദ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ സാധാരണ ഏറ്റവും താഴെത്തട്ടിൽ ഇറങ്ങി നന്നായി പ്രവർത്തിക്കുന്ന ആളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹം വീണ്ടും മണ്ഡലം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2011 C അജയകുമാറിനെ 2196 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് വാഹിദ് ഹാട്രിക്ക് കുറിക്കുന്നത്. 2011 ഹാട്രിക് കുറിക്കുന്നത്. അങ്ങനെ 3 തവണയും വമ്പൻ വിജയം. ആദ്യ തവണ വിമതനായി നിന്നും ജയിക്കുന്നു, 2 തവണയും പിന്നീട് 2 തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ജയിക്കുന്നു. അതിനുശേഷം 2016 മത്സരം. 2016 മത്സരത്തോടു കൂടിയാണ് ഈ കഴക്കൂട്ടത്തെ മത്സരം ഒരു ത്രികോണ പോരാട്ടം എന്ന നിലയിലേക്ക് എത്തുന്നത്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്നു. 2021 കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്നു. ഈ ത്രികോണ പോരാട്ടം ആയ ശേഷമുള്ള ഈ കഴക്കൂട്ടത്തിൻ്റെ ചിത്രം, അതിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ആ കണക്കുകളിലേക്ക് കടക്കാം. പ്രധാനമായും കഴക്കൂട്ടം ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, സ്വീകാര്യം, ചെറുവയ്ക്കൽ, ഉള്ളൂർ, ഇളവക്കോട്, ചെമ്പഴന്തി, പൗടിക്കോണം, ഞാണ്ടൂർക്കോണം, കിണവൂർ, കുളത്തൂർ, ആറ്റിപ്ര, പൗണ്ടിക്കടവ് ഈ പ്രദേശങ്ങളാണ് പ്രധാനമായും വരുന്നത്. നമുക്ക് 2011 കണക്കിലേക്ക് ഒന്ന് നോക്കാം. 2011 വോട്ട് കണക്ക് ഇങ്ങനെയാണ്. അവിടെ MA വാഹിദ് 50,787 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ട് CPM സ്ഥാനാർത്ഥിയായിരുന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന C അജയകുമാർ 48,591 വോട്ടാണ് നേടിയത്. JR പത്മകുമാറിന് അന്ന് 7,508 വോട്ട് മാത്രമായിരുന്നു. 2011 BJPയുടെ അവസ്ഥയാണ്. 7,508 എന്ന ത്രികോണ പോരാട്ടമൊന്നുമില്ല, 2 പേർ തമ്മിലുള്ള പോരാട്ടം മാത്രമായിരുന്നു ആ ഘട്ടം വരെയും ഉണ്ടായിരുന്നത്. പിന്നീട് 2016 ഇവിടെ ആദ്യമായി ത്രികോണ പോരാട്ടം നടക്കുന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനും V മുരളീധരനും ആണ് മത്സരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും V മുരളീധരനും MA വാഹിദും മത്സരിക്കുന്നു. ആ ഒരു മത്സരത്തിൽ 2016 മത്സരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ 50,000 മേൽ വോട്ട് നേടുമ്പോൾ V മുരളീധരൻ 42,732 വോട്ടുകളോടുകൂടി V മുരളീധരൻ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. MA വാഹിദ് മുൻ MLA ഒക്കെ ആയിരുന്ന MA വാഹിദ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള അവസ്ഥ കൂടി നമ്മൾ ആലോചിക്കണം. അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ ചരിത്രം കൂടിയുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഇവിടെ BJPക്ക് തിരുവനന്തപുരത്ത് വലിയൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചരിത്രം കൂടി ആരംഭിക്കുന്നത്. BJPയുടെ തിരുവനന്തപുരത്തെ ഒരു തേരോട്ടം തുടങ്ങുന്നതിന് ശേഷമുള്ളൊരു ഘട്ടമാണെന്നത് ആലോചിക്കണം. ഇപ്പോഴും V മുരളീധരന് കരുത്തു പകരുന്ന, അദ്ദേഹം പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇതുതന്നെയാണ്. തനിക്ക് പഴയതുപോലെ ആ തരത്തിലേക്ക് വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. 2016 കഴിഞ്ഞാൽ 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നാൽ കടകംപള്ളി സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും SS ലാലുമായിരുന്നു. ഈ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഈ സാമുദായിക സമവാക്യം നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഈഴവ വിഭാഗമാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിലാണ്. ഇവിടെ ജയിച്ച പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും ഈ വിഭാഗങ്ങളിലൊക്കെ പെടുന്നവരാണ്. ഇപ്പോൾ മത്സരിക്കുന്ന 3 പേരും ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ട 3 പേരാണ്. മുമ്പ് കഴിഞ്ഞ തവണ മത്സരിച്ചതും 3 പേരും ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ടവരായിരുന്നു. അങ്ങനെയായിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലെ ഈഴവ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെയാണ്
പലപ്പോഴും ശോഭാ സുരേന്ദ്രനെ BJP മത്സരിപ്പിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് 40,193 വോട്ട് ലഭിക്കുമ്പോൾ SS ലാൽ, ഡോക്ടർ എന്ന നിലയിലൊക്കെ പ്രഗത്ഭനായിരുന്ന SS ലാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തി. 33,000, പ്രത്യേകിച്ച് ടെക്കികളുടെ ഒരു വോട്ട് നിർണായകമായ സ്ഥലം കൂടിയാണെന്ന് ആലോചിക്കണം. വോട്ടർ പട്ടികയിൽ ടെക്കികൾ നിർണായകമാണ് പലപ്പോഴും. പക്ഷേ വോട്ട് ഇട്ട വോട്ടിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ വോട്ടിൽ ടെക്കുകളുടെ വോട്ട് അങ്ങനെ നിർണായകമാവാറില്ല എന്ന ഒരു കണക്ക് കൂടിയുണ്ട്. അങ്ങനെ കൃത്യമായി ടെക്കുകളാണോ വോട്ട് ചെയ്തത് അല്ലാത്തവരാണോ വോട്ട് ചെയ്തതെന്ന് പറയാനാവുമെങ്കിലും പാർട്ടികളുടെ ഒരു ഏകദേശ കണക്കനുസരിച്ച് 3 പാർട്ടികളും ഒരുപോലെ പറയുന്നത് ഇവർ ഇത്ര പേരുണ്ടെങ്കിലും ഇവരിന്ന് വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് എന്നുള്ള ഒരു കണക്ക് കൂടിയാണ്. പക്ഷേ എപ്പോഴും അവരെ ബാക്കിയുള്ള വോട്ടിന് വേണ്ടി അവർ പരിശ്രമം നടത്തുന്നുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്: 63,690 വോട്ടുകൾ നേടി 23,497 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വിജയിക്കുന്നത്. ഈ 3 വർഷത്തെയും കൂടി കണക്ക് ഏകദേശം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം മനസ്സിലാവും. ഓരോ വർഷവും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.